കണ്ണൂരാണ് കോൺഗ്രസ് നേതാവ് സുധാകരന്റെ തുറുപ്പുചീട്ട്. കനത്ത ചൂടിനെ പോലും വകവെക്കാതെയാണ് സുധാകരൻ പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലയായ പേരാവൂർ മണ്ഡലത്തിലെ യുവത്വത്തിന്റെ അരികിലേക്കാണ് സുധാകരൻ കഴിഞ്ഞ ദിവസം പ്രചരണവുമായി എത്തിയത്. തികഞ്ഞ ആവേശത്തോടെയാണ് കെ സുധാകരനെ വിദ്യാർത്ഥികൾ സ്വീകരിച്ചത്. SFIയുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ജനാധിപത്യത്തിന്റെ വെളിച്ചം എത്തിക്കുന്നതിന് കലാലയങ്ങളിൽ KSU എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ടാവേണ്ടതിന്റെ പ്രാധാന്യം പങ്കുവച്ചാണ് സ്ഥാനാർത്ഥിയായ കെ സുധാകരൻ വിദ്യാർത്ഥികളെ കയ്യിലെടുത്തത്. അധികാരത്തിന്റെ തണലിൽ SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം വെറും ക്രിമിനൽ സംഘങ്ങളുടെ കൂടാരമായി മാറിയെന്ന് വിദ്യാർത്ഥികളുമായി സംവദിച്ച കെ സുധാകരൻ പറഞ്ഞു. CPMന്റെ കൊലപാതക രാഷ്ട്രീയത്തിനും SFIയുടെ ക്യാമ്പസ് അക്രമ രാഷ്ട്രീയത്തിനും ബാലറ്റിലൂടെ തിരിച്ചടി നൽകാനുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. സ്വജനപക്ഷപാതവും പിൻവാതിൽ നിയമനവും നടത്തി യുവത്വത്തെ വഞ്ചിച്ച LDF സർക്കാരിനെതിരായ യുവജന രോഷം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും സുധാകരൻ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു. അതേസമയം മതമേൽ അധ്യക്ഷന്മാരെ സന്ദർശിച്ചതിന് ശേഷമാണ് കെ സുധാകരൻ പ്രചരണം ശക്തമാക്കിയത്. ഇതിന്റെ ഭാഗമായി കണ്ണൂർ ബിഷപ്പ് അലക്സ് വടക്കുംതല പിതാവിനെയും സമസ്ത മുഷാവറ അംഗവും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ മാണിയൂർ അഹമ്മദ് മുസ്ലിയാരെയും സന്ദർശിച്ച് അനുഗ്രഹം തേടിയിരുന്നു. മുൻവിധികളും കണക്കുകൂട്ടലുകളും ഒന്നാകെ അട്ടിമറിക്കപ്പെടുന്നതാണ് കണ്ണൂരിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം. പ്രവചനങ്ങളെ അപ്രസക്തമാക്കുന്ന രാഷ്ട്രീയ അടിയൊഴുക്കുകൾ തന്നെയാണ് ഇതിന് കാരണം. കമ്മ്യൂണിസ്റ്റ് കോട്ടയെന്ന് പുറത്തുനിന്നുള്ളവർ കണ്ണൂരിനെ വിലയിരുത്തുമെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പലവട്ടം UDFനെ ചേർത്തുപിടിച്ച മണ്ഡലമാണ് കണ്ണൂർ. 1977 മണ്ഡലം രൂപീകരിച്ചതു മുതൽ 12 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കാണ് കണ്ണൂർ സാക്ഷ്യം വഹിച്ചത്. 9 തവണയും ജയിച്ചു കയറിയത് UDF സ്ഥാനാർത്ഥികൾ. 1999, 2004, 2014 വർഷങ്ങളിൽ മാത്രമാണ് ഇവിടെ CPM സ്ഥാനാർത്ഥികൾ ജയമറിഞ്ഞത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പക്ഷേ കണ്ണൂർ കോട്ട കാത്തുപോരുന്നത് LDF തന്നെയാണ്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ തുടക്കത്തിലെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് കളത്തിൽ സജീവമാണ് LDF. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ് LDF സ്ഥാനാർത്ഥി എന്നതിനാൽ പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതു മുതൽ മണ്ഡല പര്യടനത്തിൽ സജീവമാണ് MV ജയരാജൻ. കഴിഞ്ഞ തവണത്തെ പോലെ വോട്ടർമാർ തന്നെ തുണയ്ക്കുമെന്ന പ്രതീക്ഷയിൽ മണ്ഡല പര്യടനത്തിൽ സജീവമാണ് കെ സുധാകരനും. ഇതിനിടയിൽ കേരള സർവകലാശാല കലോത്സവത്തിൽ കോഴ ആരോപണം നേരിട്ട വിധികർത്താവ് PN ഷാജിയുടെ മരണത്തിൽ SFIക്കെതിരെ കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്തു വന്നതും ശ്രദ്ധേയമായി. ഷാജിയുടെ ആത്മഹത്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമാണെന്നും നിരപരാധിയായ ഷാജിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച SFIയുടെ ഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ഷാജിയുടെ വീട് സന്ദർശിച്ച ശേഷം പറഞ്ഞിരുന്നു. നിരപരാധിയായ ഷാജിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച SFIയുടെ ഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം തന്നെ നടക്കണം. SFI പറയുന്നത് പോലെ മത്സരഫലം തിരുത്താതിരുന്നതാണ് ആ അധ്യാപകൻ ചെയ്ത തെറ്റ് എന്ന് സഹപ്രവർത്തകർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ എവിടെ നോക്കിയാലും SFI ഗുണ്ടാ വിളയാട്ടവും കൊലപാതകങ്ങളുമാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അവർ നടപ്പിലാക്കിയ സിദ്ധാർത്ഥന്റെ നിഷ്ഠൂരമായ ആൾക്കൂട്ട കൊലപാതകത്തിന്റെ ഞെട്ടൽ ഇനിയും മാറിയിട്ടില്ല. പാർട്ടി ഗുണ്ടകളെ ഇറക്കി കേരളത്തെ കലാപഭൂമിയാക്കി എല്ലാം കൈപ്പിടിയിലാക്കാമെന്ന് CPM കരുതരുത്. കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും SFI നടത്തുന്ന കൊടിയ അക്രമങ്ങളെ അവസാനിപ്പിക്കേണ്ടത് ജനാധിപത്യ സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. ഷാജിയുടെ മരണത്തിന് പിന്നിലെ വസ്തുതകൾ വെളിച്ചത്തു കൊണ്ടുവരാൻ ഉചിതമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന സർക്കാരിനോട് KPCC ആവശ്യപ്പെടുന്നുവെന്ന് കടുത്ത ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് സുധാകരൻ പറഞ്ഞു.